ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാളായി ചാനലിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഭയങ്കര മടിയാണ് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവറൊക്കെ കൊടുത്ത് ഇടാനുള്ള മടി കൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ്. ഞാനുണ്ട്, സെബാനുണ്ട്, സൈൻചേട്ടയുണ്ട്, പിന്നെ അമലേട്ടയുണ്ട്. അമലേട്ടയും സൈൻചേട്ടയുടെ ബെസ്റ്റ് ഫ്രണ്ടാട്ടോ. ചേട്ടയുടെ ബർത്ത്ഡേ വ്ളോഗിൽ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ എയർപോർട്ടിലെത്തി. നമ്മുടെ ചേച്ചി വരുന്നുണ്ട്. അപ്പോൾ ചേച്ചീനെ വിളിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഞങ്ങൾ നല്ല ലേറ്റായിരുന്നു, കാരണം നല്ല ബ്ലോക്കായിരുന്നു. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പം ചേച്ചി വന്നിട്ടുണ്ടാവുമോ, വെയിറ്റ് ചെയ്യുമായിരിക്കുമോ എന്നൊക്കെ പേടിച്ചാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചേട്ടയൊക്കെ അങ്ങോട്ട് പോയിട്ട്, അപ്പോൾ പ്ലെയിൻ ഇപ്പോൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന് ഞങ്ങൾ എത്തിയതും ചേച്ചി ഇറങ്ങി വന്നതും ഭയങ്കര ടൈമിംഗ് ആയിരുന്നു. അതുകൊണ്ട് ചേച്ചിക്ക് ഒരുപാട് നാൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. ഞങ്ങളാണെങ്കിൽ കറക്റ്റ് ടൈമിന് എത്തുകയും ചെയ്തു. അപ്പം ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ദേ നമ്മുടെ ചേച്ചി എത്തി ഗൈസ്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ദേ ഇതാണ് ചേച്ചി. ചേട്ടയുടെ വക ഹായൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിവനെ പേടിപ്പിക്കുമായിരുന്നു. ചേച്ചി നേരത്തെ വന്നിരുന്നിട്ട് നിന്നെ വഴക്ക് പറയും അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പേടിപ്പിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു കേട്ടോ, ഞാനും അമലേട്ടയും കൂടി. പക്ഷേ ഞങ്ങൾ അതായത് ഞങ്ങൾ വന്നത് കറക്റ്റ് ടൈമിനാണ്, ഞങ്ങൾ ലേറ്റൊന്നും ആയിട്ടില്ല. ചേച്ചി വന്നിട്ട് പോയിട്ട് ഒരുപാട് നാളായിട്ടില്ല കേട്ടോ. എൻ്റെ കഴിഞ്ഞ വ്ളോഗ് കണ്ടവർക്ക് മനസ്സിലാവും. പക്ഷേ ചേച്ചി അടുത്ത ലീവിന് എഴുതി കൊടുത്തത് ജനുവരി മാസത്തിലേക്കാണ്. അപ്പോഴാണ് അവരുടെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി വരുന്നത്. പക്ഷേ ചേച്ചിക്ക് കുറച്ച് ഇങ്ങോട്ട് ലീവ് എന്താ പറയുക, ജനുവരിയിൽ ലീവ് കിട്ടുന്നില്ല. അതുകൊണ്ട് ചേച്ചി നേരത്തെ ഇപ്പോഴേ വന്നതാണ്. അപ്പോൾ ഒരു 10-15 ദിവസം നമ്മളെല്ലാവരും കൂടെ ചില്ലായിട്ട് അടിച്ചുളിയൊക്കെ ആയിട്ട് വീട്ടിലുണ്ടാവും. അപ്പം അങ്ങനെ ഫൈനലി അവർ മീറ്റ് ചെയ്തേക്കാണ്. സെബാൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാട്ടോ. സെബാനും ചേച്ചിയും ഭയങ്കര ഫ്രണ്ട്സാണ്. കുറേ ഒരു ഓർഡറൊക്കെ കൊടുത്തിട്ടുണ്ട് പുള്ളി, അത് കൊണ്ടുപോകാൻ ഇത് കൊണ്ടുപോകാൻ എന്നൊക്കെ പറഞ്ഞ്. അപ്പം അവനും ഭയങ്കര ഹാപ്പിയായി. പിന്നെ ആദ്യം കണ്ടതിലൊരു എന്താ പറയുക, ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണ് അങ്ങനെ വരത്തേക്കുന്നത്. ചേച്ചിയുടെ കയ്യിലേക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, നമ്മളവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഒരുപാട് സമയം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. ഞങ്ങൾ വന്നു, ചേച്ചി അപ്പോൾ തന്നെ വന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ ചേച്ചി വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ഞാൻ വഴി അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എയർപോർട്ടിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പ്ലെയിൻ വന്നുകൊണ്ടായിരിക്കും, അറിയത്തില്ല. അപ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്തൊരു സ്പെഷ്യൽ സാധനമുണ്ട്. ഞാനത് അൺബോക്സ് ചെയ്യണം, ഞാൻ കാണിച്ചു തരാം. അവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞ് വരാനുള്ളൊരു മടി കൊണ്ട് ഞങ്ങളിവിടെ പൊക്കി കയറ്റി വെച്ചിട്ട് പോവാട്ടോ. അപ്പോൾ എന്നെ കാണിച്ചില്ലായിരുന്നല്ലേ. അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്നോട് റെഡിയായി വരാൻ പറഞ്ഞപ്പോൾ ഞാൻ വലിയ ഒരു മേക്കപ്പ് ഒന്നും ഇടാൻ നിന്നില്ല, പെട്ടെന്ന് തന്നെ റെഡിയായി വന്നു. സെബാൻ ഇതൊരു റിയാലിറ്റി അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ചേച്ചി വന്നു എന്നുള്ളത്. റെഡി കാണിച്ചിട്ടേത് ഹാപ്പിയായി, മുഖത്ത് സന്തോഷം. ഒന്നോടെ അത് കണ്ടപ്പോഴും അമലേട്ടയുടെ മുഖത്തെ ഒരു സന്തോഷം, വന്നത് വെറുതെ ആയില്ല എന്നൊക്കെ ഒരു തോന്നൽ. അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ചേച്ചിയും ചേട്ടയും കൊണ്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം വന്നിറങ്ങിയതിൻ്റെ പിന്നെ നമ്മൾ നേരെ പോയത്, ഇത് ചേച്ചിയുടെ ബ്രദറാണ് ജോബിൻ ചേട്ടായി, അതായത് സൈൻ ചേട്ടായുടെ അളിയൻ. അപ്പം ചേട്ടായി അങ്കമാലിയിലൊരു ഷോപ്പിലാട്ടോ, ഈറ്റ് ആൻഡ് ടേക്ക് അവേ. സോറി, ഞാൻ അതിൻ്റെ പേര് നോട്ട് ചെയ്തില്ലായിരുന്നു, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ലൈറ്റായിട്ടാണ് ഇവിടുന്ന് കഴിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറൊരു സാധനം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്ന വഴിയേ ഞങ്ങൾ പറഞ്ഞുകൊണ്ട് വന്ന കേട്ടോ. ഞാനും അമലേട്ടയും അങ്ങോട്ട് പ്ലാൻ ചെയ്തിട്ടിരുന്നതാണ്. അത് വഴിയെ കാണാം, വീഡിയോയിൽ കാണാം. ഈ ഹോട്ടലിൽ ഒരുപാട് ഫുഡ് വ്ളോഗേഴ്സൊക്കെ വരണമെന്നാണ് ജോബിൻ ചേട്ടായി പറഞ്ഞത്. കുറച്ച് സിനിമാ നടന്മാരുടെ പേരൊക്കെ എന്നോട് പറഞ്ഞു, പക്ഷേ ഞാനത് വിട്ടുപോയി. അപ്പോൾ നമ്മൾ ഒരുപാടൊന്നും ഇവിടുന്ന് കഴിക്കുന്നില്ല, ചെറുതായിട്ട് ലൈറ്റായിട്ട് ചായയും പിന്നെ കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഹെവി ആയിട്ട് അടുത്ത സ്ഥലത്ത് കയറി കഴിക്കാൻ വേണ്ടിയാണ്. അപ്പം അങ്ങനെ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫുഡായിട്ട് ഞങ്ങൾ കഴിച്ചത് ഒരു മീറ്റ് റോൾ പോലത്തെ എന്തോ സംഭവം. അപ്പോൾ അമലേട്ടയ്ക്ക് വ്ളോഗൊക്കെ ചെയ്യണം ഭയങ്കര ഇഷ്ടമായിട്ട്, എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ ഓരോരുത്തരും എൻ്റെ അടുത്ത് വന്ന് പറയും, ഞാൻ നിൻ്റെ വ്ളോഗ് കാണാറുണ്ട്. ദൈവമേ, ഇവരൊക്കെ കാണുന്നുണ്ടോ എന്ന് ഞാൻ ആലോചിച്ച് പോവും. കാരണം എങ്ങനെ ഞാൻ പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെ ഇവരൊക്കെ കാണുമെന്ന് എനിക്കറിയില്ല. അപ്പം നമ്മൾ കയറാനെന്ന് പറഞ്ഞ സ്ഥലം ഇതാണ്, KFC. അപ്പം അമലേട്ട വണ്ടി കയറിയപ്പോൾ മുതൽ എയർപോർട്ടിൽ എത്രയും മുമ്പ് നമുക്ക് KFC കയറാം. അപ്പം ഞാനും പറഞ്ഞു, എനിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഫൈനലി ഞങ്ങളവിടെ കയറി. അപ്പം സെബാനാണെങ്കിൽ കുറച്ച് മടുത്തു, വിശക്കാനൊക്കെ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ഹെവി ആയിട്ട് ഓർഡർ ചെയ്തതുകൊണ്ട് കുറച്ച് 10-15 മിനിറ്റ് എനിക്ക് തോന്നുന്നു വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ വെയിറ്റ് ചെയ്തിട്ട് ഫൈനലി സാധനം വന്നു എന്ന് കരുതി ചേച്ചിയും സെബാനും കൂടെ അത് എടുക്കാൻ പോയത്. പക്ഷേ റെഡി ആയിട്ടില്ലായിരുന്നു ഗൈസ്, അവർ ചെറുതായിട്ട് ചമ്മിയിട്ടുണ്ട്. അപ്പോൾ അവർ തിരിച്ചു വന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഫുഡൊക്കെ വന്നു. പിന്നെ ഞങ്ങൾ അതിനകത്തേക്ക് ചാടി വീണു. എല്ലാവർക്കും ഭയങ്കര
കൊതിയായിട്ടിരിക്കുകയായിരുന്നു കഴിക്കാൻ വേണ്ടി. എല്ലാവർക്കും ഒന്നും പറയണ്ടല്ലോ, അമലേട്ടയ്ക്കും എനിക്കും. സെബാനും ഭയങ്കര ആഗ്രഹമായിരുന്നു. സെബാനെ ഞാൻ പറഞ്ഞ് നല്ല ടേസ്റ്റാടാ, അങ്ങനെയാടാ ഇങ്ങനെയാടാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കൊതിപ്പിച്ച് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞിക്കും ഭയങ്കരമായിട്ട് എന്താ പറയുക, കഴിക്കാൻ വേണ്ടി ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ വന്നു, ഞങ്ങൾ പെട്ടെന്ന് കഴിച്ച് തീർത്തു. ലാസ്റ്റ് ദേ ഒരു പീസും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് ഒരു ചലഞ്ചായിട്ട് എന്താ പറയുക, അമലായിട്ടോടെ തന്നെ കഴിക്കാൻ ഞങ്ങൾ പറഞ്ഞു കേട്ടോ. ഈ സീനൊക്കെ കാണുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചിരി കേട്ടോ വന്നെ. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറേ ചിരിച്ചു. അതായത് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തള്ളണമൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേനും നമുക്ക് നല്ലതായിട്ട് കോമഡി. എനിക്കൊരു ചെറിയ കാര്യം മതി ചിരിക്കാൻ, ഞാനിങ്ങനെ ഹ ഹ ഹ ഹ അത് ചിരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇത്രയും കെച്ചപ്പിൻ്റെ ആവശ്യമില്ലായിരുന്നു കേട്ടോ, ഇത് കുറച്ച് ഓവറായിപ്പോയി. ഇത് ഞങ്ങൾ യൂസ് ചെയ്യാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറേ ബാക്കി വന്നു. പിന്നെ ഞങ്ങൾ വാഷ്റൂമിലൊക്കെ കയറി എനിക്ക് മിറർ കണ്ട് ഒരു സെൽഫി എടുക്കണം, വീഡിയോ എടുക്കണം എന്നൊക്കെ ഒരു ഇതാട്ടോ. എന്താണെന്നറിയില്ല, ഇപ്പോഴത്തെ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു ഗ്രോട്ട് കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും. നമ്മൾ എയർപോർട്ടിൽ പോകണ വഴിക്ക് പുല്ലുവഴിയിൽ ഉള്ള അന്തോണീസ് പുണ്യാളൻ്റെ ഒരു ചെറിയ ഒരു കപ്പേളയാണ്. ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാനിപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. എന്താ പറയുക, അമ്മയ്ക്ക് ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു. അമ്മ കിടക്കുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് വന്നതെന്ന് തോന്നുന്നു. അപ്പോൾ വീട്ടിൽ കയറുക, കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ നാളെ നമ്മൾ അടുത്തൊരു ട്രിപ്പ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. വീട്ടിലേക്ക് നമ്മൾ KFC വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.